അതാ മണി വരും. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അവൾ എന്തായാലും പറഞ്ഞാലും ഒന്നും പറയല്ലേ. മണി ശരിയേട്ടാ, താങ്ക് യു. ശരിയേട്ടാ. എന്തോന്നായിരുന്നു നിന്റെ UK പോക്കല്ലേ? എല്ലാം മുടക്കിയിടി ഞാൻ. ഭഗവാനെ, നേർച്ചയൊക്കെ നേർന്നിട്ടുള്ള വരവാണ്. ഇനി നിന്റെ UK പോക്ക് നടക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അതിനാര് പോണു? ഞാൻ പോണില്ല അമ്മ. അവള് പോണില്ലാന്ന്. പോണില്ലേ? ഓ, അത് കൊള്ളാം. ഞാനേ ഇവളുടെ പോക്ക് മുടക്കാൻ വേണ്ടി ഭഗവാൻ വഴിപാട് ഷീട്ടാക്കി വരുമ്പോഴത്തേക്ക് ഇവള് പോണില്ലെന്നുള്ള ഡിസിഷൻ ദൈവം ആക്കി തന്നു. കണ്ടാ ദൈവത്തിന്റെ ശക്തി. ഭഗവാനെ, നിനക്ക് ഞാനൊരു 4 കാലുള്ള ഉരുളയും കൂടെ നിർണ്ണയിക്കാവേ. ഹരേ രാമ ഹരേ കൃഷ്ണ. അമ്മയുടെ വഴിപാടിന്റെ ഫലമാണെങ്കിൽ അങ്ങനെയാണ്, തോന്നില്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും അമ്മയെ ധിക്കരിച്ചിട്ട് ഒരിടത്തും പോകുന്നില്ല. എങ്ങനെയായാലും എനിക്ക് ശരി, നീ പോകുന്നില്ല തീരുമാനിച്ചല്ലോ, അത് മതി. ഇനി നമ്മുടെ നാട്ടിൽ ചെക്കന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നീ വല്ല സാഹിബിനെ കല്യാണം കഴിക്കാൻ പോണത്. നീ സാഹിബിനെ കല്യാണം കഴിക്കാൻ പാടില്ല, അത്രേ എനിക്കുള്ളൂ. എന്റെ ഇഷ്ടമാണ് നാട്ടിലുള്ള മലയാളിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്, മനസ്സിലായോ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാനും യോജിക്കില്ല. നിങ്ങൾ എന്റെ കാര്യത്തിൽ യോജിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെ, അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ജീവിക്കും. പോരെ? കണ്ട, എന്നാലും എന്റെ മണി, നീ ആ കൊച്ചിന് വന്ന നല്ലൊരു ഭാവിയല്ലേ നീ താർക്കാനായിട്ട് പോയി വഴിപാട് നടത്തിയത്? എന്റെ പൊന്ന് രവിയേട്ടാ, ഞാൻ അവർക്ക് ജോലി കിട്ടുന്നതിനല്ല ശരിക്കും പറഞ്ഞാൽ എതിര്. ഇവർക്ക് ജോലി കിട്ടി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുന്നതിന് ഞാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം, എന്റെ വിഷമം മാറ്റി വെക്കാം. പക്ഷെ ഇവളൊരു സാഹിബിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. അമ്മ, എനിക്ക് ഒരു ഫോറിനേഴ്സിനെയും കെട്ടണ്ട. ഞാൻ അമ്മയ്ക്ക് വാക്ക് തരാം, സത്യം. ഇടി ഫോറിനേഴ്സിനെ കെട്ടുന്നല്ലോ പ്രശ്നം. ഇനിയിപ്പോ നിനക്ക് അഥവാ ഒരു പ്രണയം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു മണി. ആണല്ലേ, ആരോട് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഒരു പ്രണയം തോന്നല്ലോ, അപ്പൊ എന്ത് ചെയ്യും? പ്രണയം തോന്നില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ചിലപ്പോ തോന്നും, പക്ഷെ എന്നാലും ഞാൻ പിടിച്ചു നിൽക്കും, അതിൽ ചെന്ന് ചാടാതെ. കാരണം എന്താണ്, ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. ഇടി മക്കളെ, അമ്മ പറഞ്ഞെന്നും കരുതിയിട്ട് നിനക്കൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് ഒരെണ്ണം മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയൂല. നിനക്ക് അങ്ങനെ ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അതൊരു സായിപ്പാണെങ്കിൽ കൂടി നമ്മളൊന്ന് അന്വേഷിക്കണം. ആ ആളെ എവിടത്തെയാണ്, എന്താണ്, നല്ല സ്വഭാവമാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് സമാധാനത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സേഫ് ആവോ ഇല്ലയോ? എടി, ഇവിടെയുള്ള വല്ല ചെറുക്കന്മാരാണെങ്കിൽ നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം. അവരുടെ വീട്ടിന്റെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയി ചെക്കനുണ്ടെന്ന്. വല്ല നാട്ടിലും കിടക്കുന്ന സായിപ്പ് എവിടെ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞൂടെ, ഏത് കൾച്ചറിലുള്ളതാണെന്ന് അറിഞ്ഞൂടെ, നമുക്ക് അന്വേഷിക്കാൻ പറ്റുമോ? എവിടെയെന്ന് പറഞ്ഞു പോയി അന്വേഷിക്കടി. അയ്യോ, ശ്വാസം വിട് മണിക്കുട്ടി, ശ്വാസം വിട്. അതാണ് കാര്യം. വല്ലാത്ത ബുദ്ധിയുണ്ട്. അമ്മയുടെ പ്രശ്നം എന്താണമ്മ? അല്ല, ഇത്രയും നേരം പറഞ്ഞു തിരിച്ചു പറയുന്നിപ്പോ. എടി, കാര്യങ്ങൾ ദേവിയേട്ടാ, ഞാൻ എപ്പോഴും ഒരു വഴി മുടക്കിയൊന്നുമല്ല. പക്ഷെ എനിക്കെല്ലാം നമ്മുടേതായ രീതിയിൽ നടക്കണം, കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ടിരിക്കണം. നീ സായിപ്പിനെ കെട്ടണതിന് മുന്നേ ഞങ്ങളുടെ അടുത്ത് ഒന്നൊന്ന് പറയണം. അമ്മ, നീ ആരാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന സായിപ്പ് കൊള്ളാവല്ലോ, നിങ്ങൾ ഓക്കെയാണ്, എന്നിട്ട് ഞങ്ങളുടെ ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ട് നീ പ്രേമിക്കുകയോ കെട്ടോ എന്തോ ചെയ്തോ. ഓക്കെ, ഏറ്റു. എല്ലാരും ഹാപ്പിയാ? ഹാപ്പിയായി. ഒരു വഴിപാട് വേസ്റ്റ് ആയി. അതിന്റെയാണ് കുഴപ്പം. അത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, എന്തെന്ന്? അപ്പൊ ഇവിടെ ശരിക്കും പോവാണോ? എന്റെ അമ്മ സമ്മതം മൂളിയ സ്ഥിതിക്ക് ഒരു 2 വർഷത്തേക്ക് ഞാൻ പോവാൻ പോവാണ്. ഇനി നല്ലതാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് കൊള്ളാം കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ആദ്യം ജെന്യൂൻ ആണോ നോക്കണം. അത് കഴിഞ്ഞ് മതി ഈ പ്ലാൻ മുന്നോട്ട് പോകും. മതി മതി മതി. എല്ലാരും ഓക്കെ ആയില്ലേ? ഓക്കെ, ശരിയല്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനേ +2 ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എബ്രോഡ് പോകണമെന്നുണ്ട്. UK-ലോ അമേരിക്കയിലോ എവിടെയെങ്കിലും. അതാകുമ്പോ എനിക്ക് ഇതുപോലെ അവിടെ ചെന്ന് ഏതെങ്കിലുമൊക്കെ സാഹിബിനെ കല്യാണം കഴിച്ചു. കാളവാല് പൊക്കുമ്പോഴേ അറിയാലോ എങ്ങോട്ടാണ് പോക്കെന്ന്. ആ വാല് ഞാൻ ഒടിച്ചു വിടും. അമ്മയല്ലേ ഇപ്പൊ പറഞ്ഞത്? അമ്മ സമ്മതിക്കും. അവക്ക് എത്ര വയസ്സായി? നീ ഇപ്പൊ ഇവിടെയാണ്, നീ ഇവിടുന്ന് ആദ്യം ഡിഗ്രി ഒക്കെ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം എവിടെ പോകണം. വിരിഞ്ഞില്ല അവളുടെ ആഗ്രഹം. ഏറ്റില്ല, കേൾക്കൂല. നിന്റെ ആഗ്രഹങ്ങളെ ഞാൻ മണിച്ചിത്ര തോളിട്ടങ്ങ് പൂട്ടി.